സ്നേഹിതരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസം 3 പുണ്യപിതാക്കന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഭാഗ്യപ്പെട്ട ദിവസങ്ങളാണ്. ബത്തേരി രൂപതയുടെ പ്രഥമ അധ്യക്ഷനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രഥമ കാതോലിക്കയുമായിരുന്ന സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ 17ാമത് ഓർമ്മ തിരുനാൾ ജനുവരി മാസം 18-ാം തീയതിയും തിരുവല്ല രൂപതയുടെ ദ്വിതീയ അധ്യക്ഷനും മെത്രോപൊലീത്തൻ ആർച്ച് ബിഷപ്പുമായ മാർ സേവറിയസ് തിരുമേനിയുടെ 69ാമത് ഓർമ്മ തിരുനാൾ ജനുവരി മാസം 18-ാം തീയതിയും സമുചിതമായി നാം ആഘോഷിക്കുന്നു. അതോടൊപ്പം ബത്തേരി രൂപതയുടെ ദ്വിതീയ അധ്യക്ഷനായിരുന്ന തുടർന്ന് പുത്തൂർ രൂപതയുടെ പ്രഥമ അധ്യക്ഷനുമായ ഗീവർഗീസ് മാർ ദിവനാസ്യോസ് തിരുമേനിയുടെ 6ാമത് ഓർമ്മ തിരുനാൾ ജനുവരി മാസം 16-ാം തീയതിയും നാം ആഘോഷിക്കുന്നു. ഈ പുണ്യപിതാക്കന്മാരുടെ പാതാന്ത്യത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പുണ്യപിതാവായ ജോസഫ് മാർ സേവറിയസ് തിരുമേനി ആരായിരുന്നു എന്നുള്ളത് ഒന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് അപഗ്രഥനം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുകയാണ് ഞാനിപ്പോൾ. 1894 ഏപ്രിൽ മാസം 7-ാം തീയതി മല്ലപ്പള്ളിയിൽ ആനിക്കാട് വാളക്കുഴി കുടുംബത്തിൽ അക്കാമ്മ ഉമ്മച്ചൻ ദമ്പതിമാരുടെ മകനായി ജനിച്ച് ഐപ്പ് എന്ന മാമോദിസ പേരോടുകൂടി വളർന്ന അഭ്യുന്നതനായ ജോസഫ് മാർ സേവറിയസ് തിരുമേനി തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി ഉന്നത പഠനത്തിനായി പോകുവാനായിട്ട് ഒരുങ്ങുന്നതായ സമയത്ത് 1909 ഇടവക പൊതുയോഗം കൂടി ഐപ്പിനെ സെമിനാരി പഠനത്തിനായി അയക്കുകയും 13ാമത്തെ വയസ്സിൽ കോട്ടയത്ത് വെച്ച് പുലിക്കോട്ടിൽ തിരുമേനി ഐപ്പിന് കോറൂയ പട്ടം നൽകുകയും ചെയ്തു. തുടർന്ന് MD സെമിനാരിയിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ തുടർന്നു. ഈ അവസരത്തിലാണ് PT ഗീവർഗീസ് തുടർന്ന് പിൽക്കാലത്ത് മറിവാനിയോസ് തിരുമേനി എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മനുഷ്യനുമായി അടുത്ത് ഇടപഴകുന്നതിനും പരിചയപ്പെടുന്നതിനും വേദിയായത്. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പഠനം തുടർന്നു എന്ന് മാത്രമല്ല, വടശ്ശേരിൽ തിരുമേനിയോടൊപ്പം ജീവിക്കുന്നതിനും സുറിയാനി ഭാഷയിൽ അഗാധ പാണ്ഡിത്യം നേടുന്നതിനും ഈ അവസരത്തിൽ അദ്ദേഹത്തിന് സാധ്യമായി. തുടർന്ന് ഐപ്പിനെ BA പഠനത്തിനായി തൃശ്ശിനാപ്പള്ളിയിലേക്ക് അയക്കുന്നതിന് അധികാരികൾ തീരുമാനിച്ചു. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മറിവാനിയോസ് തിരുമേനി അല്ലെങ്കിൽ PT ഗീവർഗീസ് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായി നിയോഗിതനാകുകയും അദ്ദേഹത്തിന്റെ ശിക്ഷണം സ്വീകരിക്കുന്നതിനായി ഐപ്പിനെ സെറാംപൂരിലേക്ക് വിടുകയും അവിടെ വെച്ച് BA ഓണേഴ്സ് കരസ്ഥമാക്കി തന്റെ പഠനം പൂർത്തിയാക്കി തിരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. ബ്രഹ്മവാർ മിഷനിലായിരുന്നു ആദ്യത്തെ 2 വർഷം അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. ഈ കാലഘട്ടത്തിൽ തിരുവല്ല MGM സ്കൂളിന്റെ അധ്യാപകനായി അദ്ദേഹം നിയോഗിക്കുന്നു. ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു ഇത്. തിരുവല്ലയിൽ വന്ന് അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ നാട്ടിലുള്ള ആ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ഐപ്പ് സെമാശൻ. 1929 ജനുവരി മാസം 8-ാം തീയതി സ്തേഫാനോസ് സഹദായുടെ തിരുനാൾ ദിവസം പാതിക്കാട് പള്ളിയിൽ വെച്ച് വടശ്ശേരിൽ തിരുമേനി ഐപ്പിനെ വൈദികനായി അഭിഷേകം ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് പുനരൈക്യ പ്രസ്ഥാനത്തിന് മറിവാനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുക. മറിവാനിയോസ് തിരുമേനിയും മാർ തെയോഫിലോസ് തിരുമേനിയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് സാർവത്രിക സഭാ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുന്നതിന് പഠനവും വിദ്യാഭ്യാസവും നല്ല വാക്ചാതുര്യവും ഉണ്ടായിരുന്ന ഐപ്പച്ചനെയാണ് അന്ന് സഭാ നേതൃത്വം പ്രത്യേകമായി നിയോഗിച്ചത്. പക്ഷേ എത്രമാത്രം അതിനെതിരായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറെടുത്തോ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തി എന്നുള്ളതിന് സംശയമില്ല. ഈ പ്രതിപ്രവർത്തനത്തിനായി 1933 മെയ് മാസം 25-ാം തീയതി
നിരണം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായി ജോസഫ് മാർ സേവറിയോസ് എന്ന പേരിൽ ഐപ്പ് അച്ഛൻ അഭിഷിക്തനായി. 1934 ഭരണഘടനാ പ്രകാരം സഭയെ ഭദ്രമാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. പക്ഷേ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു. അദ്ദേഹം കൂടുതലായി പുനരയിക്ക പ്രസ്ഥാനത്തെക്കുറിച്ച്, പത്രോസിന്റെ പ്രഥമ സ്ഥാനത്തെക്കുറിച്ച്, റീഷ് പാത്രീർക്കീസ് മുതലായ കാര്യങ്ങളെക്കുറിച്ച് അഗാധമായി പഠിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ മാറ്റം വരുന്നു. അദ്ദേഹം ചിന്തിച്ചു, മാറിവാനിയോസ് തിരുമേനിക്ക് തെറ്റുപറ്റുകയില്ല, മാറിവാനിയോസ് തിരുമേനിക്ക് തെറ്റുപറ്റുവാൻ സാധിക്കുകയില്ല. പിതാവുമായി മുറിഞ്ഞുപോയതായ ബന്ധം പുനഃസ്ഥാപിക്കുന്നു, ആത്മബന്ധത്തിലേക്ക് വരുന്നു. അങ്ങനെ 1937 നവംബർ മാസം 29 തിരുവനന്തപുരത്ത് അഭിയന്യ പിതാവിന്റെ അടുക്കൽ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സാർവത്രിക കത്തോലിക്ക സഭാ കൂട്ടായ്മയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, മലങ്കരയുടെ ശൗൽ എന്നാണ്. ശൗലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം യേശു ക്രിസ്തു ദർശനം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തു മതത്തെ പീഡിപ്പിക്കുന്നതിന് എത്രമാത്രം ശക്തിയോടുകൂടി പ്രവർത്തിച്ചോ, അതേസമയം തിരിച്ച് അദ്ദേഹം മനസ്സാന്തരപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിനെ കുറിച്ച് എത്രമാത്രം ശക്തമായി പ്രഘോഷിക്കുന്നതിന് വേദി വന്നോ, അതുപോലെ തന്നെ മാർ സേവറിയോസ് തിരുമേനി പുനരേക്ക് പ്രസ്ഥാനത്തിനെതിരായി എത്രമാത്രം ശക്തിയോടെ പ്രവർത്തിച്ചോ, സഭാ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അത്രമാത്രം ശക്തിയോടുകൂടി അദ്ദേഹം ഈ സഭയുടെ വളർച്ചയ്ക്കായി തന്റെ ജീവിതത്തെ മാറ്റിവെക്കുകയാണ്. 1937 മുതൽ 1950 വരെയുള്ള കാലഘട്ടങ്ങളിൽ തിരുവല്ല രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി അഭിനയ തേഫിലോസ് തിരുമേനിയോടൊപ്പം അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തുടർന്നു വന്നു. തുടർന്ന് മാറിവാനിയോസ് തിരുമേനി കാലം ചെയ്തപ്പോൾ സീനിയർ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ മാർ സേവറിയോസ് തിരുമേനിയെ തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയാക്കുവാനായിട്ട് സഭാ നേതൃത്വം, സാർവത്രിക സഭാ നേതൃത്വം, പ്രത്യേകിച്ച് കാർഡിനൽ ടിസാറിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചുവെങ്കിലും അഭിനയ സേവറിയോസ് തിരുമേനി അതിന് താല്പര്യം കാണിക്കാതിരുന്നതിനാൽ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പായി ഉയർത്തുകയും തിരുവല്ലയിൽ തന്നെ ബിഷപ്പായി തുടരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ സഹായ മെത്രാനായി സക്കറിയാസ് മാർ അത്തനാസിയോസ് തിരുമേനിയെ അഭിഷേകം ചെയ്തു. 1955 ജനുവരി മാസം 18 മാർ സേവറിയോസ് തിരുമേനി കാലം ചെയ്തു. തന്റെ ഈ ദീർഘമായ നാളുകളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്കായി തന്റെ ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ച ഈ പിതാവിനെ കുറിച്ച് 2 വ്യക്തികള് പറഞ്ഞത് മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ അക്കൗണ്ടന്റ് ജനറൽ ശ്രീമാൻ ടി എൻ കുര്യാക്കോസ് നടുവിലെ മുറിയിൽ അഭിനയ പിതാവിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മാറിവാനിയോസ് തിരുമേനി കുശാഗ്ര ബുദ്ധിയും നൂറ്റാണ്ടിൽ 1-2 മാത്രം കാണുവാൻ സാധിക്കുന്ന അത്ര വ്യക്തി പ്രാഭവമുള്ളവനുമായിരുന്നു. എന്നാൽ മാർ സേവറിയോസ് മെത്രാപ്പൊലീത്ത വ്യക്തിബന്ധത്തിന്റെ ഊഷ്മളത കൊണ്ട് ആരെയും വീർപ്പുമുട്ടിക്കുന്ന ആത്മാർത്ഥ ഹൃദയനായിരുന്നു. കറാച്ചി ആർച്ച് ബിഷപ്പായിരുന്ന കാർഡിനൽ ജോസഫ് കൊണ്ടേരോ കാൻഡി സെമിനാരിയിൽ വെച്ച് അഭിനയ പിതാവിനെ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ്: മാറിവാനിയോസ് തന്റെ അഗാധമായ അറിവ് കൊണ്ട് ഞങ്ങളെ അമ്പരപ്പിച്ചു. എന്നാൽ മാർ സേവറിയോസ് തന്റെ എളിമ കൊണ്ടും വ്യക്തിബന്ധം കൊണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ പുണ്യപിതാവിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ അവസരം വന്യപിതാവിന്റെ മാധ്യസ്ഥം യാചിക്കുന്നതിന് വേദിയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ജനുവരി മാസം 21 പുത്തൂർ രൂപത അതിന്റെ 15ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ പുണ്യപിതാക്കന്മാരെ അനുസ്മരിക്കുന്നതിന്
മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറാൻമോൾ ബസേലിയോസ് ക്ലീമേസ് കാതോലിക്ക ബാവായുടെയും പുത്തൂർ ഭദ്രാസനാധിപൻ മാർ മക്കാരിയോസ് തിരുമേനിയുടെയും മറ്റു പിതാക്കന്മാരുടെയും വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പുണ്യദിനം നാം ആഘോഷിക്കുകയാണ്. ഈ പുണ്യപിതാക്കന്മാരുടെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ. അവരുടെ മാധ്യസ്ഥം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും അനുഗ്രഹമായി തീരട്ടെ. wasaraban sabar